ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജിസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കസകസ അത് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടാൻ അനുവദിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നെടുകെ കീറിയത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ്. ഇതെല്ലാം നമുക്കൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോകും വരേക്കും നമുക്കൊന്ന് മൂപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കമ്പ് കറിവേപ്പില ഇട്ടു. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടി ആ എണ്ണയിലോട്ട് വന്ന് നന്നായിട്ടൊന്ന് ഇൻഫ്യൂസായി കിട്ടട്ടെ. അപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. അപ്പോൾ ഇതേപോലെ നേർമയ്ക്ക് സവാള നീളത്തിനരിഞ്ഞതാണിത്. അപ്പോൾ റോസ്റ്റിന് എപ്പോഴും നമ്മൾ സവാള നീളത്തിനരിയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിന്നൊരു പകുതി ഉള്ളി ഞാൻ ആദ്യം എണ്ണയിലോട്ടിട്ടു. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് ഒന്ന് യോജിപ്പിച്ചു. അപ്പോൾ ഇല്ലെങ്കിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് ബാക്കി സവാളയും കൂടെ ചേർത്ത് ഞാൻ ഇതിനെല്ലാം നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉള്ളി എടുക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ഉള്ളിയാണെങ്കിലായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി ഈ ഉള്ളിയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതിനെ ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ്, 8 to 10 മിനിറ്റ്സ് ഇതിനെ ഞാനിനി അടച്ചു വെച്ച് ഇതിനെ വേവിച്ചെടുക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ഇതിനൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് വീണ്ടും ഞാൻ തുറന്നിട്ട് വീണ്ടും ഞാനതിനെ അടച്ചു വെച്ച് വീണ്ടും ഒരു മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് ഞാനിതിനെ വേവിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി വെച്ചിട്ട് ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഞാൻ 2 തക്കാളി, ഇതേപോലെ നല്ല പഴുത്ത തക്കാളിയാണ്, ഇതേപോലെ നീളത്തിനരിഞ്ഞതാണ്, നേർമയ്ക്ക് തന്നെ അരിഞ്ഞെടുത്തതാണ്. ഇതിനെ ഞാൻ ഈ ഉള്ളിയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് വേവിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഇതിനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഞാൻ അടച്ച് വെച്ച് വീണ്ടും വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കമ്പ് കറിവേപ്പിലയും കൂടി ചേർത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിനെ അടച്ച് വെച്ച് ഒരു 2 to 3 മിനിറ്റ്സ് വേവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കാരണം തക്കാളി നല്ല പഴുത്തതായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഞാനിതിലേക്ക് ഓരോ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അപ്പോൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ എപ്പോഴും തീ ഏറ്റവും ലോയിൽ വെക്കുക, സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോകുന്നത് വരേക്കും ഞാനിവിടെ ആ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. ആദ്യത്തെ ഒരു ടേബിൾ സ്പൂൺ ശരിക്കും കുമിച്ചെടുത്തു, രണ്ടാമത്തത് ഒരു അരയും ഇട്ടു. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് പോകുന്നവരേക്കും നമുക്കതിനെ ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറ് കിട്ടും, പക്ഷേ എരിവ് കുറവുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഈ മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്തു. ഇതിനോടൊപ്പം ഗരം മസാല ഞാനൊരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. അപ്പോൾ ഗരം മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പെരുംജീരകത്തിൻ്റെ പൊടി, അതും ഒരു ടീസ്പൂൺ ചേർത്തു. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയിലേക്ക് ഈ ചേർത്ത പൊടികളെല്ലാം നന്നായി ആ മസാലയുമായിട്ട് ചേർന്ന് കിടന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ വെള്ളം കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ കൂടുതലാവരുത്, കാരണം റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിനെ ഇനി അടച്ച് വെച്ച് ഞാനൊരു 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ്. ഇനി
2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിതിനെ തുറന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഉള്ളിയൊക്കെ ഒരു മാസമായിട്ട്, അതായത് ഒരു ഗ്രൂപ്പായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നു. ഇത് ആ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ചേർക്കുന്നത്. ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഞാനിതിനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ്സ് കൂടെ വേവിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാം റോസ്റ്റിനുള്ള ഉള്ളി തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുകയാണ്. അപ്പോൾ ഈ മുട്ട എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു 2-3 ഇടങ്ങളിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുകയാണ് കത്തി വെച്ചിട്ട്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഞാൻ 4 മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉള്ളി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഉള്ളി റോസ്റ്റിനെ ഞാൻ ഈ മുട്ടയുമായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പൊതിഞ്ഞ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ആ മസാലയെല്ലാം നമ്മുടെ മുട്ടയിലും പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുറച്ചൊന്ന് വേവിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ഇതിലേക്ക് ഒരു 2 കമ്പ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.